ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് ദയനീയ തകർച്ച സംഭവിച്ചു എന്നതാണ്. ഈ രാജ്യത്ത് വിചാരിക്കുന്നത് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്ന നിലയിലേക്ക് BJP മാറിയിരിക്കുന്നു. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാജ്യം. യദു, എങ്ങനെ വിലയിരുത്തുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ? അഞ്ജന, ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ്. ചെറിയ പ്രഹരമൊന്നുമല്ല. നമ്മളൊരാളെ പിടിച്ചു നിർത്തി മൂക്കിന് നിരന്തരമായി ഇടിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ഒരു അബോധാവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്കൊക്കെ ഇന്ത്യ സഖ്യത്തിന് എത്താൻ ഉതകുന്ന വിധത്തിലുള്ള അടിയാണ് കിട്ടിയിരിക്കുന്നത്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് തേജസ്വി യാദവ് ഫലപ്രഖ്യാപനം വന്ന ട്രെൻഡ് NDAയ്ക്കൊപ്പമാണ്. അത് വെറും ട്രെൻഡല്ല, മാരകമായ അനുകൂല ട്രെൻഡ് NDAയ്ക്ക് ഒപ്പം എത്തുമ്പോൾ തേജസ്വി യാദവ് ഒന്നും കാര്യമായി ഒന്നും പറയുന്നില്ല. രാഹുൽ ഗാന്ധി എവിടെയാണെന്നോ, അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്നോ, അദ്ദേഹം എപ്പോൾ പ്രതികരണം നടത്തുമെന്നോ, എന്ത് നടത്തുമെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ഇന്ത്യ സഖ്യം ആത്മവിശ്വാസത്തിലായിരുന്നു, വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. എക്സിറ്റ് പോളുകളൊക്കെ ഗോദി മീഡിയയുടെ പോളുകളാണ്, അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. തേജസ്വി യാദവ് പറഞ്ഞത് നവംബർ 14-ാം തീയതി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ വോട്ട് ചോരി ആരോപണം, പോളിംഗ് ബൂത്തിലെ ക്രമക്കേട്, സ്ട്രോങ് റൂമുകളിലെ CCTV ഓഫാക്കി വെക്കൽ, സ്ട്രോങ് റൂമിന് പുറത്ത് കാലിപ്പെട്ടികളുമായി ഒരു ലോറി, അതെങ്ങനെ വന്നു, അങ്ങനെയൊക്കെയുള്ള നിരന്തരമായി പല ചോദ്യങ്ങളും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിനൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവും നൽകിയിട്ടില്ല. ഇപ്പോൾ സ്ട്രോങ് റൂമിന് പുറത്ത് ലോറികൾ വന്ന ബോക്സുകൾ, ആ ലോറികളിൽ കണ്ട ബോക്സുകൾ ഉദ്യോഗസ്ഥർ തുറന്ന് പരിശോധിക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ആരോപണം, ആ ലോറി എന്തിനവിടെ വന്നു, ഒരു പക്ഷേ എന്തെങ്കിലും കൊണ്ടുപോകാൻ വന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറക്കിയതിന് ശേഷം കാലിയായ പെട്ടിയാണോ അത്, തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ആ സംഭവത്തെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള വിശദീകരണവും വന്നിട്ടില്ല. പക്ഷേ അതിനിടയിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നു. എക്സിറ്റ് പോളുകൾ പോലും ഞെട്ടുന്ന വിധത്തിൽ, ഒരുപക്ഷെ മോദി പോലും ഞെട്ടുന്ന വിധത്തിലുള്ള ഭീകരമായിട്ടുള്ള ലീഡ് NDAയ്ക്ക് കിട്ടുന്നു. അതായത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് നമുക്ക് തോന്നുന്നു നിതീഷ് കുമാറിനാണ്, JDUവിനാണ്. കാരണം 37-ലധികം സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അവർ പിടിച്ചു. പക്ഷേ അതിനേക്കാളും വലിയ നേട്ടമുണ്ടാക്കിയത് BJPയാണ്. ഏതാണ്ട് 92ഓളം സീറ്റുകൾ BJPക്ക് കിട്ടി. അവരാണ് ഒന്നാമത് നിൽക്കുക. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബീഹാറിൽ BJP മാറി. അതിൻ്റെ അർത്ഥം അധികം വൈകാതെ നിതീഷ് കുമാറിൻ്റെ JDUവിനേക്കാൾ വലിയ പാർട്ടിയായി BJP ഒറ്റയ്ക്ക് ഭരിക്കാൻ പര്യാപ്തമാകും ബീഹാറിൽ. അങ്ങനെ വരുമ്പോൾ നിതീഷ് കുമാറും JDU ഒക്കെ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ദയനീയമാകുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പോടുകൂടി RSS, BJP, സംഘപരിവാർ ഇന്ത്യയിൽ അവരൊരു കാര്യം വിചാരിച്ചാൽ നടപ്പാക്കിയെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്, അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. അതായത് സംസ്ഥാനം നോക്കിയിട്ട് ഇത് നമുക്ക് പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് പിടിച്ചെടുക്കാനുള്ള സകല സെറ്റപ്പും ഇപ്പോൾ BJPക്ക് ഉണ്ട്. അതെങ്ങനെയാണ്, എന്താണ് എന്നതിന്മേലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം അറ്റ് പ്രസൻറ്റ് നമ്മൾ കാണുന്ന കാഴ്ച, BJP ഒരു സംസ്ഥാനം പിടിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ ഏത് വിധേനയായാലും അവരത് ചെയ്തിരിക്കും. അതാണല്ലേ അവരുടെ അങ്ങേയറ്റത്തെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വലിയ കോൺഫിഡൻസ് BJPക്ക് ഉണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പ് മഹാരാഷ്ട്രയിൽ മഹാഗഡ്ബന്ധൻ സർക്കാർ, ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്നു, ഒന്നിച്ചു നിന്ന് ഉദ്ധവ് താക്കറയെ ജയിപ്പിച്ചെടുത്ത സർക്കാരാണ്. അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സമാനമായ ഐഡിയ പയറ്റി നോക്കി. പക്ഷേ BJPക്ക് മുന്നിൽ മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞു പോവുകയായിരുന്നു ഈ പറഞ്ഞ ഇന്ത്യ സഖ്യം. ഇവിടെ ഹരിയാനയിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇപ്പോൾ ബീഹാറിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് വോട്ടർ അധികാർ യാത്ര നടത്തിയ സ്റ്റേറ്റാണ്. രാഹുൽ ഗാന്ധിയുടെ യാത്രകൾ കണ്ടാൽ, തേജസ്വി യാദവിൻ്റെ റാലികൾ കണ്ടാൽ എല്ലാവരും വിചാരിക്കും ഇവിടെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്, BJPക്ക് വലിയ തിരിച്ചടി കിട്ടും, രാഹുൽ ഗാന്ധി വലിയ മുന്നേറ്റം നടത്തുന്നു. അങ്ങനെ മുന്നേറ്റം നടത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച, ഇന്ത്യ മുന്നണി പോലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രാഹുൽ ഗാന്ധി നേരിട്ട് നയിച്ച ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് കിട്ടിയത് വെറും 4 സീറ്റുകളാണ്. തൂങ്ങിച്ചാവുകയാണ് ഇതിലും ഭേദമെന്ന് പറയേണ്ടി വരും. തൂങ്ങിച്ചാവുക. കോൺഗ്രസ് എങ്ങനെ ഇത്രയും ചുരുങ്ങിയ സീറ്റുകളിലേക്ക് ഒതുങ്ങി എന്നുള്ളതൊക്കെ വോട്ട് ചോരിയാണോ, വോട്ട് അട്ടിമറിച്ചതാണോ, EVM ഹാക്കിംഗ് ആണോ, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. അതൊക്കെ തെളിയിക്കപ്പെടട്ടെ. പക്ഷേ ജനങ്ങൾ കാണുമ്പോൾ, ഇന്ത്യ മഹാരാജ്യം ഉറ്റുനോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വിഷയം നോക്കുമ്പോൾ
കോൺഗ്രസ് ഒന്നുമല്ലാതെ തകർന്നടിഞ്ഞ് തരിപ്പണമാകുന്ന കാഴ്ച. AIMIM എന്ന് പറയുന്ന അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുണ്ട്. കോൺഗ്രസ്സുകാർ ആ പാർട്ടിയെ വിശേഷിപ്പിക്കുന്നത് BJPയുടെ B ടീമാണെന്നാണ്. അതായത് മുസ്ലിം വോട്ട് കട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണത് എന്ന നിലയിലേക്ക് പലപ്പോഴും വിലയിരുത്തപ്പെട്ടിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട്. 1, 2, 3, 4 വിരലെണ്ണിയാൽ തീർന്നു കോൺഗ്രസിൻ്റെ അവിടുത്തെ വോട്ട്. ബീഹാറിലെ വോട്ട് ഷെയർ, സീറ്റുകൾ. CPIക്ക്, CPIMLന് ഒക്കെ കോൺഗ്രസിനേക്കാൾ വലിയ മുന്നേറ്റം അവകാശപ്പെടാൻ പറ്റുന്നുണ്ട്. RJD വലിയ തോതിൽ താഴേക്ക് പോയി. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇനി കോൺഗ്രസ്സിന് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് എങ്ങനെ നെഞ്ച് വിരിച്ച് എന്ന് പറയാൻ പറ്റും? രാഹുൽ ഗാന്ധി എന്ന ഐക്കൺ തകർന്ന് തരിപ്പണമായതല്ലേ ബീഹാറിൽ? ആ രീതിയിൽ തന്നെ BJP ക്യാമ്പയിൻ നടത്തുമെന്നേ. എന്താ സംശയം? രാഹുൽ ഗാന്ധിയെ മുന്നിൽ വെച്ച് ക്യാമ്പയിൻ നടത്തും. തീർച്ചയായിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കാം. മുമ്പ് പണ്ട് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ BJP ക്യാമ്പ് പപ്പുമോൻ ഒരു രാഷ്ട്രീയമൊന്നും അറിയില്ല, അമൂൽ ബേബിയാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വല്ലാതെ പുച്ഛിച്ചിരുന്നു, കൊച്ചാക്കിയിരുന്നു. പക്ഷെ അതിനുശേഷം രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തുന്നു. ഈ പറയുന്ന ഭാരത് ജോഡോ യാത്ര നടത്തി ഞെട്ടിക്കുന്നു. അതിലെ ജനപങ്കാളിത്തമൊക്കെ BJPയെ കണ്ണടിച്ചു പോകുന്ന നിലയിലുള്ളതായിരുന്നു. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. കർണാടകയിൽ BJPയുടെ നിന്ന് പിടിച്ചെടുക്കുന്നു. തെലങ്കാനയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി അവിടെ ഭരണം പിടിക്കുന്നു. അതുപോലെ തന്നെ 400 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ BJPയെ അതിൻ്റെ പകുതിയിലേക്ക് ചവിട്ടി കൂട്ടുന്നു. അതോടുകൂടി പപ്പുമോൻ വിളിയൊക്കെ നിന്നു. പപ്പുമോൻ എന്ന വിളിയൊക്കെ രാഹുൽ ഗാന്ധി ആരും വിളിക്കാതായി. കാരണം അയാൾ വലിയ ദീർഘവീക്ഷണമുള്ളൊരു നേതാവാണ്, വളർന്നു വരുന്ന ഒരു കരുത്തനായ നേതാവാണ്, പ്രതിപക്ഷത്തിൻ്റെ നാഥനാണ് എന്ന നിലയിലേക്ക് വലിയ വിലയിരുത്തലുകൾ വന്നു. BJPയും ഭയന്നു. പിന്നെ ആരും പപ്പുമോനൊന്നും വിളിച്ചില്ല. ഈ പറയുന്നത് പോലെ പക്വതയില്ലാത്തവനാണ്, പാകതയില്ലാത്തവനാണ്, അങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തി രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതി BJPക്ക് ഉണ്ടായി. രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ അയോഗ്യനാക്കി. എന്നിട്ട് അതേ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടാണ് തിരിച്ചു വന്നത്. നല്ല അടി കൊടുത്തു BJPക്കിട്ട്. പക്ഷേ ആ ഒരു ട്രെൻഡ്, ആ ഒരു പീക്ക് വീണ്ടും താഴേക്ക് പോവുകയാണ്. മഹാരാഷ്ട്രയിൽ പൊട്ടി, ബീഹാറിൽ പൊട്ടി, ഹരിയാനയിൽ പൊട്ടി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടറധികാര യാത്രയും വോട്ട് ചോരി ആരോപണവും ഒക്കെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആളെ കൂട്ടി, അത് ലക്ഷക്കണക്കിന് ആളുകളെ ഒപ്പം നിർത്തി ക്യാമ്പയിനുകളൊക്കെ നടത്തിയിട്ടും അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാത്ത അവസ്ഥ. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വോട്ട് ചോരി ആരോപണം ബീഹാറിൽ ഉന്നയിച്ചാൽ BJP വളരെ കൃത്യമായി അതിനെ അതിജീവിക്കും. BJP എന്താ പറയുക, തോറ്റതിലുള്ള സങ്കടമാണ്, തോൽക്കുമെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച മുൻകൂർ ജാമ്യമാണ് ഈ പറയുന്ന വോട്ട് ചോരി ആരോപണം. ഇത് ജനവിധിയാണ്, ജനങ്ങൾ ബീഹാറിൽ NDAക്കൊപ്പമാണ്, മോദിക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഫലം വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് കോൺഗ്രസിനാണ്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വാ തുറക്കണം. രാഹുൽ ഗാന്ധി അടിയന്തരമായി തന്നെ മാധ്യമങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധി എവിടെ ഒളിച്ചിരിക്കുകയാണെന്നൊക്കെയാണ്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം. ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു വലിയ ആരോപണം ഉയർത്തുന്നു, വലിയ രീതിയിൽ ലൈം ലൈറ്റിലേക്ക് വരുന്നു, വലിയ പ്രസ് മീറ്റുകളൊക്കെ വിളിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമാവും. പിന്നെ അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണ്, എങ്ങോട്ട് പോയി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയൊരു അവ്യക്തത വരും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധി വരും. അപ്പോൾ BJPയെ സംബന്ധിച്ച്, രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് വലിയ തോതിൽ രാഹുൽ ഗാന്ധിയെ കളിയാക്കാനും കോൺഗ്രസിനെ കളിയാക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് അത് മാറും. ഇന്ന് മാത്രമല്ല, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ AIMIMനെ പോലെയുള്ള വളരെ ചെറിയൊരു പാർട്ടി, വളരെ ചെറിയൊരു ഫോക്കസിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയേക്കാളും സീറ്റ് കുറവാണ് കോൺഗ്രസ്സിന്. ഒരു കാലത്ത് ബീഹാർ ഭരിച്ചിരുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ അവസ്ഥ വളരെ ദയനീയമാണ്, പരിതാപകരമാണ്. ഇതിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടും? വോട്ട് ചോരി എന്ന് പറഞ്ഞിരുന്നാൽ അത് എല്ലാവരും വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. എന്ന് മാത്രമല്ല, BJP അങ്ങനെ ഒരു വോട്ട് ചോരി നടത്തിയെന്ന് വെക്കുക, അപ്പോഴേക്കും തകർന്നു പോകുന്ന പാർട്ടിയാണ് ഒരിക്കൽ രാജ്യം ഭരിച്ചിരുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ അത്രമേൽ കരുത്തില്ലാത്തൊരു പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് ജനങ്ങൾ ചോദിക്കും. ആ കോൺഗ്രസിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിക്കും. കോൺഗ്രസിന് മുന്നോട്ടുള്ള പദ്ധതികളും അല്ലെങ്കിൽ എത്ര ബൃഹത്തായ പദ്ധതികൾ കോൺഗ്രസ് തയ്യാറാക്കി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചാലും BJPയെ നേരിട്ട് എതിർക്കാൻ ശേഷിയില്ലാത്തൊരു പാർട്ടി എന്ന നിലയിലേക്ക് കോൺഗ്രസ് താഴേക്ക് പോയാൽ പിന്നൊരു തിരിച്ചുവരവ് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കോട്ടകളിൽ, RJDയുടെ കോട്ടകളിൽ വരെ കാവിക്കൊടി വീശുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ കാവിക്കൊടി പറപ്പിക്കുന്ന വിധത്തിലേക്ക് BJP വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞു.
അതിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ രാജ്യം വീക്ഷിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ലക്ഷക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി ഒരു വലിയ മുന്നേറ്റവും പോരാട്ടവും നടത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല എന്ന മട്ടിൽ BJP സിമ്പിളായിട്ട് ജയിച്ചു കയറുകയാണ്. അതും ആ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിരിക്കുകയാണ്. വോട്ട് ചോരി എന്ന് പറയുന്ന ആരോപണം എവിടെയും ജനങ്ങളുടെ മനസ്സിൽ തൊട്ടിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇനി BJPക്ക് പറയാൻ സാധിക്കും. വോട്ട് ചോരി ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല. വോട്ട് ചോരി ആരോപണം വെള്ളത്തിൽ വരച്ച വര പോലെയായി. രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത തകർന്നു, കോൺഗ്രസ് ഇല്ലാതാകുന്നു, BJP രാജ്യത്ത് അപ്രമാദിത്വം നേടുന്നു എന്ന നിലയിൽ ഈ ബീഹാർ തെരഞ്ഞെടുപ്പോടുകൂടി സർവത്ര ചിത്രം മാറ്റി എഴുതാൻ, സർവ്വകളവും മാറ്റിപ്പിടിക്കാൻ BJPക്ക് സാധിക്കും. ഒരു വലിയ മുന്നേറ്റത്തിലൂടെ പോകാൻ BJPക്ക് കഴിയും. രാജ്യത്തെ ജനങ്ങളോട് BJPക്ക് വലിയൊരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്നത് ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നുവോ, ഞങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അത് അതുപോലെ നടപ്പാക്കാനുള്ള ശേഷി, അതുപോലെ നടപ്പാക്കാനുള്ള സംഘടനാ സംവിധാനം, അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സെറ്റപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി തന്നെ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാനായിട്ട് BJPക്കും സംഘപരിവാറിനും കഴിയും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി നിശബ്ദതയാണ് തുടരുന്നതെങ്കിൽ ഈ വിഷയത്തിന്മേൽ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന്മേൽ ഒന്നും പറയാതെ വെറും വോട്ട് ചോരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാറിയിരിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനമെങ്കിൽ അതും BJP അവർക്ക് അനുകൂലമായ ഒരു ആയുധമാക്കി മാറ്റും എന്ന കാര്യത്തിലും സംശയം വേണ്ട.